Good morning, friends. It's me, Simon. YouTube channel, Simon Varghese, Instagram and Facebook welcomes you all. പെട്ടെന്ന് വെളിച്ചം വരികയാണ് കാര്യം ആസ് യൂഷ്വൽ എത്തിയത്. പക്ഷേ പകുതി പോലും എക്സസൈസ് ആയതിനു മുമ്പ് വെയിൽ. അപ്പോൾ ഈ ഇളം വെയിലൊരു നിങ്ങളുമായിട്ട് സംവദിക്കണമെന്ന് തോന്നി. എനിക്ക് ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ, ഹെഡ്സെറ്റ് മാറിയതാണ്. ഇന്നലെ കുറേ അധികം വർക്കാണ്. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ ചാർജ് പോയി. ഇപ്പം ഒരു സ്പെയർ ഹെഡ്സെറ്റുമായിട്ടാണ് വന്നത്. ലുക്കിൽ മാറ്റം, ചിലർക്കത് ഇഷ്ടപ്പെടുകയില്ല. സോറി ഫോർ ദി ട്രബിൾ. ഓക്കെ, എന്തൊക്കെയുണ്ട് നമ്മുടെ ഈ നാടിന്? ഞാൻ മുമ്പേ വന്നപ്പം 2 പേര് എൻ്റെ ഫ്രണ്ട്സ് വന്നു. ഒരാൾ UK നിന്ന് വന്നതാണ്. ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പം UK-യും കേരളത്തെ പറ്റിയൊക്കെ സംസാരിക്കുമായിരുന്നു. നമുക്ക് ഓരോ അറിവും അരിഞ്ഞാലും തരുന്ന ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളാണ്. അപ്പം കേരളത്തെപ്പറ്റി അവൻ വളരെ അഭിമാനത്തോടെ സംസാരിച്ചു. അവൻ എന്നൊക്കെ പറയുമ്പോൾ ആൾ ചെറിയ ആളല്ല, വലിയ ആളാണ്. അവനും നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനും അനിയനും കൂടെ വന്നത് വലിയ ഹൈ പ്രൊഫൈൽഡ് പീപ്പിളാണ്. ഓക്കെ, എനിഹൗ ഗ്രേറ്റ്ഫുൾ ടു യു. നിങ്ങളുടെ സപ്പോർട്ടാണ് അങ്ങനെയൊക്കെ അവരെ എന്നോട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നു അല്ലേ. ലോകം മുഴുവൻ തന്നെ ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്. എപ്പോഴും അങ്ങനെ ഞാൻ പോസിറ്റീവായിട്ടാണ് എല്ലാം കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സാർ എവിടെ പോയി ആരോട് സംസാരിച്ച് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ ഈ പല പൊസിഷനിൽ സാമൂഹികമായ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് പലരുടെ സംസാരം എന്താ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, അല്ല സാറ് നെഗറ്റീവായിട്ടൊന്നും പറയാമെന്നറിയാം. ഒരാളുടെ കുറ്റവും ദോഷവും ഞാൻ പറയില്ല. കാരണം ഞാൻ വലിയ ധാരാളം കുറ്റം ഉള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ കുറ്റമുള്ള വലിയ തടിക്കഷൻ്റെ ഇരിക്കുമ്പം നിങ്ങളുടെ കണ്ണിൽ കറയെടുക്കാൻ ഞാൻ ശക്തനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരുടെയും കുറ്റവും പറയില്ല, ദോഷവും പറയില്ല. എനിക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടവരാണ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇന്ന രീതിയിൽ പോകണമെന്ന് പറയാം. ആരാണെങ്കിലും പറയും. അല്ലാതെ ഒരാളെ പറ്റി താഴ്ത്തിയോ ഇകഴ്ത്തിയോ മോശമാക്കിയോ കൊച്ചാക്കിയോ ഞാൻ വർത്തമാനം പറയത്തില്ല. ദാറ്റ്സ് മൈ പോളിസി. നോട്ട് ഓൺലി മൈ പോളിസി ബട്ട് മൈ ഫേംസ് പോളിസി. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽസ് പോളിസിയാണത്. ഞങ്ങൾ ആരെയും ഹർട്ട് ചെയ്യത്തില്ല, ആരെയും ഇൻസൾട്ട് ചെയ്യില്ല. പക്ഷേ നമ്മളേത് തിന്മയിൽ നിന്നും പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കും, ആ പോസിറ്റീവ് പ്രകടിപ്പിക്കും. അത് നമ്മുടെ പോളിസി. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ TV-യിലേക്ക് ഇത് മാറ്റി കുഞ്ഞുങ്ങളായിട്ടിരുന്ന് കാണാൻ പറ്റും. കാരണം നമ്മൾ പോസിറ്റീവായത് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3-3.5 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ടും എൻ്റെ വ്യൂവേഴ്സൊക്കെ 1000-ലും 10,000-ലൊക്കെ നിൽക്കുക. അതിന് മേലോട്ട് പോകും. ലാക്സ് ഒന്നും എല്ലാവരൊക്കെ ഒരാഴ്ച കൊണ്ട് ലാക്സ് ആകുന്നുണ്ട്. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നാണ് എൻ്റെ പോളിസി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ബാക്കിയെല്ലാം റെസ്റ്റ് ബിലോങ്സ് ടു യു ഓൾ. ഓക്കെ, ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ വ്യൂവേഴ്സ്, അതുപോലെ ഫേസ്ബുക്ക് വ്യൂവേഴ്സ്, അതുപോലെ ഇൻസ്റ്റഗ്രാം വ്യൂവേഴ്സ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഈ ലൈവിൽ തുടരും. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സെർച്ച് ചെയ്തിട്ട് പലരും പറയും സാറ് പ്രോജക്റ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവരുണ്ട്. ചിലപ്പോൾ ഞാൻ ചെയ്യത്തില്ല, ഒരു റെസ്റ്റ് ഉണ്ട്, 1-2 ദിവസമൊക്കെ പഠിക്കണമല്ലോ. പഠിക്കുകയും മനസ്സിലാക്കുകയും റിസർച്ച് ചെയ്യുമ്പം വീഡിയോ ചെയ്യത്തില്ല. അല്ലാതെ പോലും വിളിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, എനിഹൗ വളരെ ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം ഒരു പക്ഷേ നിങ്ങളെ ചിന്തിപ്പിച്ചേക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ പെൺകുട്ടികൾ അവർ UK-ലോ US-ലോ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലോ മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അവിടെ തന്നെയുള്ള ആളുകളെ കൂടുതൽ കെട്ടുന്നു, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോകാൻ പറ്റുന്നവരെ കെട്ടുന്നു എന്നൊക്കെ ഒരിതുണ്ട്. ഇപ്പം നാട്ടിലെ ബിസിനസ്സുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുകളുണ്ട്, വലിയ കുടുംബ പേരുണ്ട്. പക്ഷെ കെട്ടാൻ പെൺപിള്ളേർ തയ്യാറാകുന്നില്ല. ഒത്തിരി പേര് കെട്ടാൻ നിൽപ്പുണ്ട് പല മതവിഭാഗങ്ങളായി. ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മുസൽമാനാകട്ടെ പലരും നിൽപ്പുണ്ട് വിവാഹം നടത്താൻ പറ്റാതെ. നമ്പർ ഓഫ് യങ് പീപ്പിൾ ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. എന്താ കാര്യം നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ചപ്പം അതിന് കിട്ടിയ ഒരു മറുപടി എന്താണെന്നറിയാം. നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് മന്ദബുദ്ധികളെയും ഈവൻ എന്താ പറയുക മാനസിക വ്യതിയാനമുള്ളവരെയും എല്ലാം ഓരോരോ പേര് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കല്യാണം കഴിപ്പിക്കും. പിന്നെ ആ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്ന കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്.
അല്ലേ? പലതും മറച്ചു വെച്ചു. ഇപ്പോൾ എന്താ സ്ഥിതി? ഇപ്പോൾ ഒരാൾക്ക് ഫോറിനിൽ പോകണമെങ്കിൽ എന്തൊക്കെ വേണം? മതിയായ എഡ്യൂക്കേഷൻ വേണം, ഇംഗ്ലീഷ് നോളജ് വേണം, IELTS OTT പാസ്സായിരിക്കണം, അല്ലെങ്കിൽ B ലെവൽ ജർമ്മൻ പാസ്സായിരിക്കണം. മോർ ഓവർ ഹൈ ലെവൽ ടെസ്റ്റ്. നിങ്ങൾക്കറിയാമോ, ഒരു തുള്ളി രക്തം മതി നിങ്ങളുടെ ഭാവിയും ഭൂതവും എല്ലാം പ്രവചിക്കാൻ. നിങ്ങൾക്ക് ഭാവിയിൽ മാനസിക രോഗം വരുമോ, നിങ്ങൾക്ക് ഭാവിയിൽ അറ്റാക്ക് വരുമോ, തുടങ്ങി നിങ്ങളുടെ സ്വഭാവ സവിശേഷത എന്താണ്, ഇൽ ടെമ്പേർഡാണോ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണോ, കുടുംബത്തെ എല്ലാം അറിയാൻ പറ്റും ഈ പരിശോധനയിൽ. അപ്പോൾ ഈ വിദേശത്ത് പോകുന്നവർ ഫുൾ ഫ്ലഡ്ജ് ടെസ്റ്റ് നടത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്കിലും അവന് പോകാൻ പറ്റൂ. ഒരു പെൺകുട്ടി ഒരിക്കൽ സെൻറ്റ് ആൻസിൽ പറഞ്ഞു, അവളുടെ ഒരു ലങ്സിൽ മർമറിങ്, അവൾക്ക് പോകാൻ പറ്റിയില്ല. 3 വർഷം പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് കഴിഞ്ഞപ്പം അത് ശരിയായി, അവൾ പോയി, UK പോയി. എന്നുവെച്ചാൽ അതുപോലെ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്നൊരു പൗരനെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്കൊരു സെർട്ടിനിറ്റി ഉണ്ട്. ഒരു 99% അവൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പോകുന്നത് എന്നാണ് പഠനങ്ങളും നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത്. ഇതെന്തായാലും റിസർച്ചിനൊരു വിഷയമായി വന്നിട്ടുണ്ട്. റിസൾട്ട് വരട്ടെ. എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇപ്പം എനിക്കറിയാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു വലിയ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ പോലും വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് യൂറോപ്പിലോ ഷെങ്കൻ കൺട്രീസിലോ US മിഡിൽ ഈസ്റ്റിലോ ഒക്കെ പോകുന്ന, മിഡിൽ ഈസ്റ്റ് അത്ര പ്രിഫറബിൾ അല്ലിപ്പം, അത് പറയുന്നുണ്ട്. എന്നിട്ട് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് വലിയ വിലയുണ്ടായിരുന്നവരല്ലേ. ഇപ്പോഴും വിലയൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഈ നമ്മുടെ സിസ്റ്റമൊക്കെ മാറിയപ്പോഴേ അവരുടെ പ്രസക്തി കുറഞ്ഞു പോയി. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സോഫ്റ്റ്വെയറും ഒക്കെ വന്നപ്പം ഒരു അഡീഷണൽ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് വന്നപ്പം ആ പ്രസക്തി അല്പം കുറഞ്ഞിട്ടുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഉണ്ട്, ശക്തിയുണ്ട്, പക്ഷേ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിഹൗ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, അപ്പം നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ വിവാഹത്തിന് മുമ്പേ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി, നമ്മൾ ഈ വലിയ ലക്ഷങ്ങൾ മുടക്കി പാർട്ടി നടത്തുമല്ലോ, ആ പാർട്ടിയിൽ ഒരു 10,000 രൂപ മുടക്കി ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്താവുന്നേ ഉള്ളൂ, 2 പേരും മ്യൂച്വൽ. കാരണം കാത്തലിക്സിനെ സംബന്ധിച്ച് കല്യാണം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി ഇത് പഠിക്കുന്ന നല്ലതാണ്. ഭാവിയിൽ മാനസിക രോഗം വരുമോ, ഹാർട്ട് അറ്റാക്ക് വരുമോ, അല്ലെങ്കിൽ ഇവരുടെ ബ്ലഡുകൾ തമ്മിൽ ചേരുമോ, കുഞ്ഞുങ്ങളുണ്ടായാൽ അവർ ചത്തുപോകുമോ, ഇതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കങ്ങനെ ഒരു അവസരം ഇല്ലാത്ത കാലത്ത് നമ്മൾ ചെയ്തതുപോലെ അല്ലല്ലോ ഇപ്പം നമ്മളെ ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും സ്കാനിങ് ഒക്കെ നടത്തിയ A to Z നമുക്കറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാലം, അതുകൊണ്ടാണ് പെൺപിള്ളേർ അല്ലെങ്കിൽ ആൺപിള്ളേർ ഇത് ബോത്ത് ജെൻസ്, പെൺപിള്ളേരും ആൺപിള്ളേരും 2 പേരും ഇത് താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നെ രഹസ്യം ഇതാണെന്ന് പലരും പറയുന്നു. ശരിയാണോ എന്ന് എനിക്ക് പൂർണ്ണമായി അറിയില്ല. ഞാൻ അതിലേക്ക് ഗവേഷണത്തിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറയാം. റിസൾട്ട് വരും, വലിയ താമസമില്ല. സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതായത് ഇത് നമ്മുടെ നാട്ടിൽ ഇത് ആവശ്യമല്ലേ. എയ്ഡ്സ് ഉള്ളവൻ എയ്ഡ്സ് മറച്ചു വെച്ച് വിവാഹം കഴിക്കുന്നു. പാരമ്പര്യമായി മനോരോഗമുള്ള ഫാമിലിയിൽ നിന്ന് അത് മറച്ചു വെച്ച് വിവാഹം കഴിക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ ശേഷവും വിവാഹം കഴിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ബോത്ത് ജെൻഡേഴ്സിന് മെൻ ആർ വിമൻ 2 പേർക്കും നല്ലതാണ് അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ട് വരുന്നത്. അത് വിദേശത്തൊക്കെ നടപ്പാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. പരിശോധിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാറുണ്ട്. അതിലേക്ക് വരുന്നത് നന്നായിരിക്കും. അതിപ്പം ദീർഘകാലമായി സ്കൂളിൽ വെച്ച് പ്രാപിച്ചോ അല്ലെങ്കിൽ കോളേജിൽ പോയി വെച്ചാൽ അങ്ങനെയുള്ളവരുടെ കാര്യമല്ലേ. ഇപ്പം അറേഞ്ച്ഡ് മാരേജ് വരുമ്പം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ പ്രേമിച്ച് വിവാഹമാണെങ്കിലും അവർ പരസ്പരം പോയി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്, ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി. എന്തായാലും ഇതൊരു ചിന്തിക്കാവുന്ന വിഷയമാണ്. നിങ്ങൾ ചിന്തിക്കണം, അതോടൊപ്പം പ്രാർത്ഥിക്കണം. അപ്പം 1 കൊറിന്തോസ് 13-14 വായിക്കണമെന്ന് ഞാനൊരു പ്രസംഗം കേട്ടു. നമ്മുടെ കോട്ടയത്തെ സെൻറ്റ് ആൻ്റണീസിലെ റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ
ഇന്ന് രാവിലത്തെ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ വരുമ്പോൾ അഭിഷേകാജ്ഞ കേട്ടാണ് വരുന്നത്. 6 തൊട്ട് 6:10 വരെ 6:05 വരെയൊക്കെ അത് 5 മിനിറ്റേ ഉള്ളൂ. ടോക്കാണ്. അപ്പോൾ ആ ടോക്കിൽ പറയുന്നു 1 കൊറിന്തോസ് 13:14 സ്നേഹത്തെ പറ്റിയാണ് പറയുന്നതെന്ന് പറയും. നിങ്ങളത് നോക്കുക. നമ്മൾ കുറച്ചുകൂടെയൊക്കെ കമ്പാഷനേറ്റ് ലവ് ഉള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മോഡലായിരിക്കും. വി ഷുഡ് ബി എ മോഡൽ ഫോർ അതേഴ്സ്, നോട്ട് ഓൺലി ഫോർ അവർ ഫാമിലി മെമ്പേഴ്സ്, അവർ ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ, ബട്ട് ഫോർ ഓൾ ദി പീപ്പിൾ. അതാണ് നമ്മുടെ ഒരു പോളിസി. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു മറിഞ്ഞു പോയാൽ ഒരിക്കൽ അത് മറ്റുള്ളവർ ഇന്നയാൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാരേജിന് പോയപ്പം എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായ കാര്യം ഒരു മാഡം ഓടി വന്ന് പറയുന്നു. അപ്പോൾ ഞാനോട് ചോദിച്ചു റിട്ടയർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഓടി വരും. ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല കാശി. ഞാൻ പറഞ്ഞു റിട്ടയർ ചെയ്തിട്ട് ഇപ്പം 10 വർഷമായല്ലോ, 10 വർഷമാകാൻ പോകുന്നു. അത് ശരിയോ? അപ്പോൾ ആ കല്യാണത്തിന് വന്ന വേറൊരാളോട് പറയാം, ഞാനൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഓഫീസിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമായിരുന്നു. ഈ സാറ് വന്നപ്പോഴാണ് വിതൗട്ട് എനി റെക്കമെൻഡേഷൻ, വിതൗട്ട് എനി പേഴ്സണൽ ഇൻ്റർവെൻഷൻ ഞാൻ വന്ന് കാര്യം പറഞ്ഞു, പിറ്റേ ദിവസം തന്നെ കാര്യം സാധിച്ചു തന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയ സന്തോഷം, അഭിമാനം തോന്നി. അത് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ഒരു ക്രൗണല്ലേ അത്. അതെ, ഞാൻ ആ ക്രൗൺ സ്വീകരിച്ചു. അപ്പോൾ ആ കല്യാണത്തിന് പലരും ഓടി വന്നപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്. ഇപ്പോൾ പലയിടത്തും പോയി അങ്ങനെയുണ്ട്. നമുക്ക് സംസാരിക്കാൻ കൂട്ടുകാരില്ലാത്തൊരവസ്ഥയില്ല. അത് ആരെങ്കിലും വന്ന് ചാനലിനെ പറ്റി അഭിപ്രായം പറയും. ചിലർ സാർ ഇന്ന പോലൊക്കെ ചെയ്താൽ നന്നായിരിക്കും, ചിലർ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. സന്തോഷമാണ്. എനിക്ക് ഞാനല്ലേ ആകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ ഇരിച്ചു, ഞാൻ വിചാരിക്കുന്നു എനിക്ക് മമ്മൂട്ടി ആകാൻ പറഞ്ഞാൽ പറ്റുമോ, മോഹൻലാലാകാൻ പറ്റുമോ? ഞാൻ സൈമൺ ആണല്ലേ, എനിക്ക് ഞാനേ ആകാൻ പറ്റത്തുള്ളൂ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നു, കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്നു എന്നുള്ളതിലാണ് ഞാൻ വിജയിക്കുന്നത്. സൈമൺ വർഗീസ്, ഇറ്റ്സ് മീ സൈമൺ. അത് അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് എൻ്റെ സന്തോഷം, വേറൊന്നുമില്ല. ഓക്കെ, പലരും ഇപ്പം സൈമൺ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ നടന്നൊരു സൈമൺ സാർ എന്ന് വിളിച്ചുകൊണ്ടാണ് വന്നത്. എനിക്കവർ അത്ര ഞാൻ മറന്നുപോയത്, UK നിന്ന് വന്നവരാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു, നമ്മളെ പേര് പറഞ്ഞ് വിളിക്കാനും മാത്രം ഒരു അടുപ്പം. അപ്പം വ്യൂവേഴ്സ് ആയ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഐദർ ത്രൂ ലൈക്ക് ഓർ ത്രൂ സബ്സ്ക്രിപ്ഷൻ ഓർ ത്രൂ കമൻസ് പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് ചെറിയ ആഗ്രഹമുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അടുക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഒരു കാര്യം ഞാൻ പറയാം, പ്രഭാതത്തിൽ ഉണരണം. നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് 4:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ ആദ്യമേ പോകുന്നത് ഒന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ബോഡി ഒന്ന് ഇളക്കിയിട്ട് എഴുന്നേറ്റ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഉടൻ ചൂടുവെള്ളം ഗ്യാസ് സ്റ്റവ് വെച്ച് ചൂടുവെള്ളം തിളപ്പിക്കും. 2 ഗ്ലാസ് വലിയ ജാറാണ്, അമേരിക്കയിൽ കൊണ്ടുവന്ന ജാറാണ്, മോൻ തന്നൊരു വലിയ ഗ്ലാസ്സാണ്. അത് നിറച്ചെടുത്തിട്ട് അതിനകത്ത് 2 തുള്ളി നെയ്യ് ഒഴിക്കും, ഒന്ന് സ്റ്റിർ ചെയ്യും, ഇളക്കി, എന്നിട്ട് അത് കുടിക്കും. അത് കുടിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ. ഒരു 6 മണിയോടുകൂടി പ്രാർത്ഥന, 5 മണിയോടുകൂടി പ്രാർത്ഥിക്കാനിരിക്കും. ആ പ്രാർത്ഥന 6 മണി വരെ പോകും. ചിലപ്പം 2 വചനങ്ങൾ ഡെയിലി എഴുതും. അത് ബൈബിൾ വായിച്ചിട്ട് അതിൽ ഇംഗ്ലീഷും മലയാളവും ബൈബിൾ വായിക്കും. 2-3 വചനം എഴുതും. അത് തരുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ സംശുദ്ധരായി ജീവിക്കാനുള്ള പ്രേരണ തരും. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ജീവിക്കാനും സ്വർഗ്ഗ അവകാശമാക്കാനുള്ള ലക്ഷ്യത്തിൽ മുന്നേറാനും അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. 2ാമത്തെ കാര്യം, നമ്മുടെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി വിത്ത് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു യൂത്ത് ബൈബിളാണ് വായിക്കുന്നത്. 2-3 ബൈബിളുണ്ട്, ഇംഗ്ലീഷ് ബൈബിളൊക്കെ പലതും ഉണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ബൈബിൾ. അതിനകത്ത് കുറേ എക്സ്പ്ലനേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എന്തൊരു സംശയം ഉണ്ട്, അത് നമുക്ക് റെഫർ ചെയ്യാം, വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട. അപ്പോൾ അതുകൂടെ വായിക്കും. ഇത് എന്താ, ഞാൻ ബൈബിൾ പഠിക്കുമെന്ന് ഞാൻ കേമനാണെന്ന് പറയാനല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ 47 വയസ്സ്, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് 2-3 പേരെ കുഴഞ്ഞു വീണ് മരിച്ചു 47 വയസ്സിൽ. അവരൊക്കെ ഓരോ കുടുംബം കൊണ്ട് നടക്കുന്ന മിടുമിടുക്കന്മാരാണ്. അധ്വാനിക്കുന്നു, പണം സമ്പാദിക്കുന്നു, അപ്പനമ്മയും നോക്കുന്നു, സമൂഹത്തെ സഹായിക്കുന്നു, പള്ളിയെയും അമ്പലങ്ങളെയും സഹായിക്കുന്നവരൊക്കെ ആയിരുന്നു. പക്ഷേ പെടഞ്ഞു വീണ് മരിച്ചാൽ പോയില്ലേ. അപ്പോൾ യു മസ്റ്റ് ഡു ആൻ അപ്രോപ്രിയേറ്റ് എന്താ പറയുക റുട്ടീൻ ഓഫ് ലൈഫ് യു മസ്റ്റ് കീപ്പ്. അപ്പോൾ നിങ്ങൾ ഇപ്പം നേരത്തെ എഴുന്നേൽക്കുക, അല്പം പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് മോർണിംഗ് വാക്ക് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ ഓഫ് ലൈഫിലേക്ക് മടങ്ങുക.
പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുക. യൂത്താണെങ്കിൽ കഴിക്കാം, പക്ഷേ ആവശ്യത്തിൽ കവിഞ്ഞ് എന്തിനാണ് കഴിക്കുന്നത്? ഒരു വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ അതങ്ങനെ പോരെ, രണ്ടടിക്കാൻ പോകണ്ട, ഒന്നടിച്ചാൽ മതി. ആവശ്യത്തിന് കഴിക്കുക. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഞാൻ ഹോട്ടൽ ഭക്ഷണം പ്രിയനായിരുന്നു, പക്ഷേ ഒരു കാര്യം അടുത്ത കാലത്ത് വന്നപ്പോൾ അത് കുറച്ച് കൊണ്ടിരുന്നത് എന്നാണെന്നറിയാം, നമ്മുടെ വീട്ടിലുണ്ടാകും, നമുക്കറിയാം അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന്. ഹോട്ടലിൽ നിന്ന് അവർ തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിനകത്ത് നെയ്യ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ എന്ത് ഓയിലാണ് നമുക്കറിയില്ലല്ലോ. ഞാനൊരു ഉഴുന്നുവട തിന്നാൻ പ്രിയ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ആ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക ഞാൻ ഉഴുന്നുവട തിന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് എന്താണെന്നറിയാം, ഇവരെന്ത് ഓയിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അതുപോലെ ചായ നമ്മളെല്ലാം കുടിക്കും. ഒരു ദിവസം ഞാൻ ചായക്കടയും ഞാൻ നിങ്ങൾ എന്ത് പാലാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നൊരു പാലാണ്. ഞാൻ ചോദിച്ചു, മോശമായിപ്പോയി. ഐദർ യു യൂസ് മിൽമ ഓർ മലനാട്, അങ്ങനെ വല്ല ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഉപയോഗിക്കരുത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കെമിക്കൽ, ഞാൻ ഓഫീസറായിരുന്നപ്പോൾ ഒരു കെമിക്കൽ പാല് കമ്പനി പൂട്ടിച്ചതാണ് ഒരു കമ്പനി. അത് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം ഒരാൾ വന്നപ്പോഴത്തേനും ഇവന് റെസ്റ്റ്ലെസ്സാണ്, ഭയങ്കര തിരക്കാണ്. എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം, എൻ്റെ കമ്പനിക്ക് ലൈസൻസും. അപ്പോൾ ആ തിരക്ക് കൊണ്ട് മാത്രം അവൻ എന്തോ ഒരു സംശയം എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ശരി അപ്പോൾ നമുക്ക് ഞാൻ തന്നെ വരാം. സാറ് വരണ്ട, സ്റ്റാഫിനെ വിട്ട് ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. അവർ വന്നു. ഞാൻ പറഞ്ഞു ആ സെറ്റൊന്നും വേണ്ട, വണ്ടി കൊണ്ടുപോടുന്നു. വണ്ടി കൊണ്ടുവന്ന് ഞാൻ പോയി. അവിടെ ചെന്നപ്പം ആകെ അവനുള്ളത് ഒരു ഫ്രീസറാണ്, ഒരു ഫ്രീസർ. അപ്പം ഞാൻ ചോദിച്ചു, ഫ്രീസറോ? അപ്പോൾ എങ്ങനെ ഞങ്ങൾ പാസ്ചറൈസ് ചെയ്യുന്നില്ലേ? എൻ്റെ സാറേ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. സാർ ഇതൊന്ന് പിടിച്ച്, ഒരു വലിയ കവർ എനിക്ക് തരും, ഇതൊന്ന് പിടിച്ചേ. ഞാൻ പറയാം കവറൊക്കെ അവിടെ നിൽക്കുക, നമുക്ക് നോക്കാം. നോക്കിയപ്പോൾ എന്താ ആകെപ്പാടെ ഈ ഫ്രീസറേ ഉള്ളൂ, ഒരു പാക്കിംഗ് മെഷീനും ഉണ്ട്. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് കെമിക്കൽ പാലും കൊണ്ടുവന്നിട്ട് അത് തണുപ്പിച്ച് നല്ല കവറിലിട്ട് അടിച്ചാൽ കൊടുക്കുന്നത്. നമുക്ക് കാണുമ്പോൾ മിൽമ പോലെ തണുത്ത പാലാണ്, പക്ഷേ ഇതിനകത്ത് കെമിക്കൽ പാലാണ്, ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം. ഞാൻ പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വിനയം, സ്നേഹം, കൈക്കൂലി 1 ലക്ഷം 2 ലക്ഷം വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. ഓക്കെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാണ് ക്ലോസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു നോ ക്ലോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ക്ലോസ് ചെയ്തു, പൂട്ടിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്തു, അത് നടപടിയെടുത്തു. അത് എന്നേക്കുമായി പൂട്ടിച്ചു. അവൻ്റെ വിദേശയാത്രയും കൂടെ മുടങ്ങിപ്പോയി. അവനെ നാട്ടുകാരോട് ചെയ്ത ദ്രോഹത്തിന് അതാണ് കിട്ടിയ ശിക്ഷ. ഞാനൊരു എന്തെല്ലാം പ്രലോഭനങ്ങളാണ്, പൊളിറ്റിക്കൽ പ്രലോഭനം വന്നു, പഞ്ചായത്ത് പ്രസിഡൻറ്റ് വിളിക്കുന്നു, MLA വിളിക്കുന്നു, മന്ത്രി വിളിക്കുന്നു. ഞാൻ കൂസാക്കിയില്ല, അത് പൂട്ടിച്ചു. എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം പാലെവിടുന്ന വരുന്നെന്ന്. ഞാനൊരു തട്ടുകട കഴിഞ്ഞ ദിവസം പോയി കുടിച്ചപ്പോൾ ചായ കുടിക്കുക. ഞാൻ കയറി ചെന്നിട്ട് ചോദിച്ചു, ഒരു പാലെന്താ കാണിച്ചതെന്ന് പറഞ്ഞു. കാണിച്ചപ്പോൾ കൊള്ളാം. എന്നുവെച്ചാൽ ഈ കുടിക്കുന്ന നമുക്ക് വെറുതെ 10 രൂപ 12 കൊടുത്ത് ചായ മേടിച്ചിട്ട് ക്യാൻസർ വരുത്തേണ്ട ആവശ്യമുണ്ടോ? വി മസ്റ്റ് ടേക്ക് കെയർ. കഴിവതും ഇങ്ങനെയുള്ളത് ശ്രദ്ധിക്കണം, പാല് ശ്രദ്ധിക്കണം, നമ്മൾ ഉള്ളിലേക്കുള്ളതെല്ലാം ശ്രദ്ധിക്കണം. ഫുഡാണേലും അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ ഫുഡ് ഒരു എയർ ഫ്രയർ വാങ്ങിച്ചാണ്ട് ഇപ്പം ലുലുമാളി ഭയങ്കര ഡിസ്കൗണ്ട് ഉണ്ട്. 2000 മുതൽ 4000 രൂപ 25,000 രൂപ ഫ്രയർ വരെ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മേടിച്ച് വീട്ടിൽ വെച്ചാൽ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് തിന്നരുതോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, എനിക്ക് ബി പോസിറ്റീവ് ഓൾവൈസ്. പ്രാർത്ഥന വേണം, എളിമ വേണം, വിനയം വേണം, എക്സസൈസ് വേണം, സ്ട്രെസ്ലെസ്. നമ്മൾ മറ്റൊരുത്തിനെ തകർക്കാൻ നോക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരുന്നത്. എന്ത് അവനവൻ്റെ വഴി, എനിക്കെൻ്റെ വഴി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ബി ബ്രേവ് ആൻഡ് ബി ബോൾഡ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Once again, I congratulate you all. It's me, Simon. Bye.